പ്രധാന വാർത്ത വരുന്നുണ്ട്. റിപ്പോർട്ട് ഓഫ് ബിഗ് എക്സ്ക്ലൂസീവ്. നടുറോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും തമ്മിൽ തർക്കം. ഇന്നലെ രാത്രി 11:15 കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണയുടെ വാഹനം തടഞ്ഞ് ബഹളമുണ്ടാക്കി. റോഡിൽ വലിയ ഗതാഗത തടസ്സമുണ്ടാക്കി. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മാധവ് സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയും ചെയ്തു. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ്. വണ്ടിക്ക് ടെൻഷനാണോ മനസ്സിലായോ? മതിയാ 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 ടി വി പ്രസാദ്, എന്തിനാണ് ഇയാൾ ഇങ്ങനെ വാഹനമൊക്കെ തടഞ്ഞത്? ടി വി പ്രസാദ്, വാഹനം തടഞ്ഞത് മാത്രമല്ല അരുൺ, ഞാൻ മറ്റേ വിനോദ് കൃഷ്ണയോടും അതുപോലെ തന്നെ ആ സമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ആളോടും സംസാരിക്കുകയായിരുന്നു. അരുൺ, ഒരു വലിയ സീനായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രേക്കിങ്ങിൽ അങ്ങനെ ഒരു പദം എഴുതി ചേർത്തത്. അഭ്യാസ പ്രകടനമായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ കാണിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിനോദ് കൃഷ്ണയ്ക്കും അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത്. വാഹനം തട്ടി എന്നുള്ളതാണ് മാധവ് സുരേഷ് പറയുന്നത്. മാധവ് സുരേഷിനോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു, നമ്മൾ വിളിച്ചു, പക്ഷെ കിട്ടുന്നില്ല മാധവ് സുരേഷിന്. അതുകൊണ്ടാണ് മാധവ് സുരേഷിന്റെ ഭാഗം നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. ഉറപ്പായിട്ടും നമുക്ക് മാധവ് സുരേഷിന്റെ ഭാഗം കൂടി ഇതിൽ കേൾക്കേണ്ടതുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും അരുൺ, അവിടെ നടു റോട്ടിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 11:15 സംഭവം. വിനോദ് കൃഷ്ണയുടെ ഒപ്പം വന്ന് ഈ മാധവ് സുരേഷിന്റെ കറുത്ത കാറ് അരികിൽ ചേർത്തിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ചാടി ഇറങ്ങി ഈ വണ്ടിയുടെ മുന്നിലേക്ക് കയറി നിന്ന് അത് തടസ്സപ്പെടുത്തുകയാണ്. പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ വിനോദ് കൃഷ്ണ പറയുന്നത് പോലീസ് വരേണ്ട പ്രശ്നം എന്താണെന്ന് വിനോദ് കൃഷ്ണക്ക് മനസ്സിലാകുന്നില്ല. വണ്ടിയിൽ തട്ടി എന്ന് ആ സംഭാഷണത്തിൽ കേൾക്കുകയും ചെയ്യാം, പക്ഷെ വണ്ടി തട്ടിയിട്ടുമില്ല. പക്ഷെ വിനോദ് കൃഷ്ണ പറയുന്നത് ആദ്യം ഫാസ്റ്റ് ട്രാക്കിൽ കൂടി സ്ലോ ആയി വന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് ആൾ കൂടിയപ്പോഴാണ് വാഹനം തട്ടി എന്ന നിലയിൽ പെരുമാറിയെന്ന് പറഞ്ഞത്. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആ നടു റോട്ടിൽ ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. മറ്റ് വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വാഹനത്തിന്റെ ബോണറ്റിൽ അടിച്ചുകൊണ്ട് ഒരു മോശം രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായത്. വിനോദ് കൃഷ്ണ ആരോപിച്ചത് മാധവ് കൃഷ്ണ ലഹരിയിലായിരുന്നു, ലഹരിക്കടിമയായിരുന്നു. അതുകൊണ്ട് എന്തായാലും പരിശോധന നടത്തണമെന്ന് പറഞ്ഞ സമയത്ത് ഇന്നലെ അവിടെ എത്തിയ പോലീസ് പാർട്ടിയുടെ വണ്ടിയിൽ ബ്രത്ത് അനലൈസർ ഉണ്ടായിരുന്നില്ല. ബ്രത്ത് അനലൈസർ ഉണ്ടാകാതിരുന്നിട്ട് പിന്നീട് മാധവ് സുരേഷിനെ പോലീസിന്റെ ജീപ്പിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തിനടുത്തുള്ള KPCC ഓഫീസിന് അടുത്തുള്ള റോഡിൽ വെച്ചാണ്. വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആളുകൾ കൂടുകയും ചെയ്തു. അതിൽ നിന്ന് വീഡിയോ എടുത്ത ഒരാളാണ് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ വിഷ്വൽ കണ്ടാൽ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അരുൺ. എന്തായാലും നടു റോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി എന്ന കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോൾ വാഹനത്തിന് തട്ടിയാലും സ്പീഡ് ട്രാക്കിൽ സോയിൽ പോയാലും ഈ രീതിയിലല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം പെരുമാറേണ്ടത്. അതിന് നിയമമുണ്ട്, സംവിധാനമുണ്ട്. മറ്റാളുകളുടെ ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ബ്രത്ത് അനലൈസർ വെച്ച് ഊതിച്ചപ്പോൾ മദ്യപിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലായത്. പിന്നീട് വിനോദ് കൃഷ്ണയും മാധവ് സുരേഷും സംസാരിച്ച് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി രണ്ടുപേർക്കും പരാതിയില്ല എന്ന് കണ്ടുകൊണ്ട് മാധവ് സുരേഷിനെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ആളുകൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. പോലീസ് എത്തിയതിന് ശേഷം ആ ജീപ്പിലേക്ക് കയറാൻ നിർബന്ധിച്ചപ്പോൾ ആദ്യം കയറാൻ കൂട്ടിയാക്കിയില്ല എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് വിശദീകരണം തരേണ്ടത് മാധവ് സുരേഷാണ്. എന്തായാലും എന്തുകൊണ്ടാണ് ആ സംഭവം? ഓക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണാം.
മതിയാ നല്ല കാര്യമുണ്ട്. സമാധാനത്തിലൊന്ന് മാറി നിന്നാൽ പോരെ. പ്രത്യേകിച്ച് അച്ഛൻ്റെ പേര് കൂടി ആൾക്കാർ ഇതിനകത്തേക്ക് വലിച്ചിഴക്കില്ലേ. സംഭവം നടത്തിയത് മാധവ് കൃഷ്ണയും മാധവ് സുരേഷും ഈ കൃഷ്ണയും തമ്മിലുള്ള ഒരു തർക്കമാണ് അവിടെ ഉണ്ടായത്. ആ തർക്കത്തെ തുടർന്ന് പൊതുഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി. വണ്ടിയൊക്കെ ഇങ്ങനെ പൊതുറോഡിൽ തടയുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമാണോ? ഉത്തരവാദിത്വത്തോടുകൂടിയൊക്കെ പെരുമാറണ്ടേ എന്നേ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ. ഒരു കാര്യം കൂടി പറയണം കേട്ടോ. ബ്രത്തനലൈസർ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് എനിക്ക് തോന്നുന്നു മ്യൂസിയം സ്റ്റേഷനിൽ പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മദ്യപിച്ചോ ലഹരിയിലോ ഒന്നും ആയിരുന്നില്ല അത് ചെയ്തത് എന്നുള്ളതാണ്. പെട്ടെന്ന് ചെറുപ്പക്കാർക്കൊക്കെ ഇങ്ങനെ ദേഷ്യം കയറിയാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? വാഹനം ഇങ്ങനെ നടു റോഡിൽ തടയുക. എന്തിനാണ് ആ വാഹനം തടഞ്ഞത്? നമ്മളെ ഗുണ്ടകളൊന്ന് വിളിക്കാനോ എന്ന് നാട്ടുകാർ ചോദിക്കും കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം